ഞാൻ ഡോക്ടർ അരുൺ ബേബി, ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, നിംസ് നെയ്യാറ്റിൻകര. ഇന്ന് ഒരു ടോപ്പിക്ക് വാദത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ആമവാദം. പലർക്കും അതിനെക്കുറിച്ച് അറിയാം. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻസ്, കൂടുതലും ചെറിയ ജോയിൻസിലാണ് ഈ അസുഖം ബാധിക്കുന്നത്. എന്നും കൂടാതെ ഷോൾഡർ, എൽബോസ്, മുട്ട് ഇതിലും വരാം. നേരത്തെ പറഞ്ഞ പോലെ ഈ അസുഖം തുടങ്ങാവുന്ന മുമ്പ് തന്നെ കുറച്ച് ലക്ഷണങ്ങൾ കാണും. പനി കാണും, പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് കുറച്ച് നേരം ടൈറ്റായിട്ടിരിക്കും, ഒരു 30-45 മിനിറ്റ് സ്റ്റിഫ്നെസ് വരും. നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഈ അസുഖം നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ കംഫർട്ടബിളായിട്ട് പേഷ്യൻറ്റിന് നീങ്ങാം. അതായത് ഹിറ്റ് ഹാർഡ് ഏർലി എന്നാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പണ്ടത്തെ പോലെ ഒരു ഡീഫോർമിറ്റിക്ക്, അതായത് കൈയും കാലൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയി അങ്ങനെ ഒരു ഡീഫോർമിറ്റിയുടെ ഒന്നും ഇപ്പോൾ ഇന്നത്തെ മോഡേൺ മെഡിസിൻസ് വെച്ച് ഇപ്പോൾ നമ്മൾ കാണാറില്ല. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് ഈ പറഞ്ഞ പോലെ അടുത്തുള്ള റുമറ്റോളജിസ്റ്റിനെ കാണുക, അദ്ദേഹത്തിനെയും അവരെ കൊണ്ട് ഒരു പ്രോപ്പർ ക്ലിനിക്കൽ അസസ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ്, നിങ്ങൾക്ക് പലതും അറിയായിരിക്കും, റുമറ്റോയിഡ് ഫാക്ടർ, ആൻറ്റി-CCP, അതങ്ങനെ പിന്നെ ഈ ESR, CRP, അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകൾ ഏകദേശം ഇതിനെ കൺഫേം ചെയ്യാൻ പറ്റും. നല്ല പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഈ അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും.